വിദ്യാർത്ഥി വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നിലപാടുണ്ട്. ആ നിലപാട് സുചിന്തിതമാണ്. ഞങ്ങൾ എല്ലാ കാലത്തും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നെറ്റ് പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ വീഴ്ചയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കുള്ളത്. ആ ഏജൻസി പിരിച്ചുവിടപ്പെടേണ്ടതാണ്. രാജ്യത്ത് UGCയെ ഇല്ലാതാക്കിക്കൊണ്ട് AICTE ഇല്ലാതാക്കിക്കൊണ്ട് മുഴുവനായി വികസിത് ഭാരത് ശിക്ഷാ അഭിയാൻ എന്ന രൂപത്തിൽ പുതിയ VBSA ബില്ലൊക്കെ അവതരിപ്പിച്ച് മുഴുവൻ കേന്ദ്രീകരിച്ചു കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ നിലപാട് എല്ലാ വിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും പൂർണ്ണമായും സംഘപരിവാർ താല്പര്യങ്ങൾക്ക് അടിമപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യുക വഴി മുന്നോട്ട് വരിക എന്നുള്ള രാഷ്ട്രീയപരമായ പ്രവർത്തനം മാത്രമല്ല നടത്തുന്നത്, മറിച്ച് ഈ രാജ്യത്ത് SC ST OBC വിദ്യാർത്ഥികൾ നാളെ നെറ്റ് പരീക്ഷ എഴുതരുത് എന്ന മനുവാദ സിദ്ധാന്ത പ്രകാരമുള്ള നിലപാടും സംഘപരിവാറിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബീഹാറിലെ അവസാന ഗ്രാമത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥിക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഉത്തർപ്രദേശിൽ സമാനമായ സ്ഥിതിയുണ്ട്, രാജസ്ഥാനിൽ സമാനമായ സ്ഥിതിയുണ്ട്, ഗുജറാത്തിൽ സമാനമായ സ്ഥിതിയുണ്ട്. തന്റെ വീട്ടിലെ അവസാനത്തെ നുള്ള മണ്ണ് വിറ്റാലും പരീക്ഷ വീണ്ടും എഴുതാനുള്ള ചെലവ് നിർവഹിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികളുള്ള രാജ്യത്താണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ വീണ്ടും പരീക്ഷ എഴുതണമെന്ന്. എന്ത് ന്യായമാണിത്? ഈ ക്രൂരകൃത്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ എന്തിനാണ് രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഇങ്ങനെ ആക്രമിക്കുന്നത്? നാളെ ശ്രീജിത്ത് പണിക്കർക്ക് വീണ്ടും പിറന്നാൾ ആശംസ അറിയിക്കാൻ പോകുന്നത് വഴി അതുവഴി SFIക്കാർക്കും നല്ലപോലെ കൊടുത്തിട്ടുണ്ട് എന്ന് പ്രത്യേകം പറയാനാണോ പോലീസിന്റെ ഈ എക്സ്ട്രാ സ്പോർട്സ് ആക്ടിവിറ്റി എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. ഈ സമരത്തിൽ പെടാത്ത വിദ്യാർത്ഥികൾ ഇതുവഴി കടന്നു പോകുമ്പോഴും അവർ തിരിച്ചറിയുന്നുണ്ട് അവർക്ക് കൂടി വേണ്ടിയാണ് ഈ സമരമെന്ന്. ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരത്തെ എന്തിനാണ് കേരള പോലീസ്, കോൺഗ്രസ് പോലീസ് ഇങ്ങനെ അടിച്ചമർത്തുന്നത്, ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾക്ക് കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പിരിച്ചുവിടപ്പെടേണ്ട ഒരു ഏജൻസിയായി മാറിയിരിക്കുന്നു. അത് പിരിച്ചുവിടപ്പെടണം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ അതിനെ സംബന്ധിച്ച് പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കടുത്ത വിയോജിപ്പുകളും കടുത്ത വിമർശനങ്ങളും അമർഷവും കൊണ്ടാണ് ഞങ്ങൾ ഈ സമരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. എത്ര തവണയായി പരീക്ഷാ ലീക്കുകൾ ഉണ്ടാകും, റദ്ദാക്കലുകൾ ഉണ്ടാകും. എപ്പോഴാണ് ഇതിനൊരു അറുതി ഉണ്ടാകുക? പരീക്ഷാ റിപ്പബ്ലിക്കായി ഇന്ത്യ മാറിയും എപ്പോഴും റീനീറ്റും റീടെസ്റ്റുകളും നടത്തുന്ന തലത്തിലേക്ക് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖല മാറിയാൽ സാധാരണക്കാരൻ നാളെ പൊതുവിദ്യാഭ്യാസത്തെ വിശ്വസിക്കാതെ വരും. പൊതുവിദ്യാഭ്യാസത്തെ തകർത്താൽ സ്വകാര്യ വിദ്യാഭ്യാസം വളരുന്നതായി വരും. സ്വകാര്യ വിദ്യാഭ്യാസം വളർന്നാൽ പൊതുവിദ്യാഭ്യാസം തകരുകയും ചെയ്താൽ പണമുള്ളവൻ മാത്രം പഠിക്കുന്ന സ്ഥിതി വരും. അങ്ങനെ വന്നാൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പുറന്തള്ളാൻ കഴിയും. ഈ പരിപാടിയും ഈ പദ്ധതിയും സംഘപരിപാടിയുടെ നയമാണ്. ആ നയത്തെയാണ് ഇവിടെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടപ്പിലാക്കുന്നത്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഇത്രയധികം കോലാഹലങ്ങളും സമരങ്ങളും ഇത്രയധികം പ്രതിഷേധങ്ങളും ഇത്രയധികം ഇടപെടലുകളും നടന്നതിന് ശേഷവും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടറെ വരെ പുറത്താക്കി CBI അന്വേഷണം നടത്തിയിട്ടും അതേ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗമായി ഇത്രയധികം വീഴ്ചയുണ്ടാകുമോ? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നെറ്റ് പരീക്ഷ റദ്ദ് ചെയ്യപ്പെടുമായിരുന്നോ? അപ്പോ ഒരു മാറ്റവും കേന്ദ്ര സർക്കാരിനോ NTA-ക്കോ ഉണ്ടായിട്ടില്ല എന്നിരിക്കെ ഈ പ്രതിഷേധം ആ നിലയിൽ ശക്തമായി കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പിരിച്ചുവിട്ട് ഈ പരീക്ഷ നടത്തിപ്പിന് നല്ലൊരു ഏജൻസിയെ കണ്ടെത്തി. UGCയിലായിരുന്നു നെറ്റ് ഉണ്ടായിരുന്നത്, UGCക്ക് തിരികെ കൊടുക്കണം. നീറ്റ് പരീക്ഷ നടത്തുന്നത് അത് സ്റ്റേറ്റുകളായിരുന്നു. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും പരീക്ഷ നടത്തിയിരുന്ന സമാന അവസ്ഥയിലേക്ക് അത് തിരികെ കൊണ്ടുപോകണം. ഈ ആവശ്യം ഞങ്ങൾ വളരെ ജനുവിനായി മുന്നോട്ട് വെക്കുകയാണ്. അത് അംഗീകരിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളണം. ശക്തമായ പ്രതിഷേധം ഈ സംസ്ഥാനമെമ്പാടും SFI ഉയർത്തിക്കൊണ്ടുവരും. ഇന്ന് സംസ്ഥാനത്തെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും ഈ പ്രതിഷേധമാണെങ്കിൽ ക്യാമ്പസുകളിലേക്ക് ഈ പ്രതിഷേധം കൊണ്ടുവരാനും ഈ ക്യാമ്പസുകളിൽ ഈ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ വികലമായ ഈ നയങ്ങളെ ശക്തമായി ചോദ്യം ചെയ്ത് SFI മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ ഹാലിളകി നടക്കുന്ന VC-മാരോട് കൂടിയായ ഒരു കാര്യം പറയാം. ഇന്ന് സംസ്കൃത സർവകലാശാലയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ കേരള പോലീസിനെ പറഞ്ഞയച്ച് രാജ്യരാമായണം അറസ്റ്റ് ചെയ്യുന്നതായി കണ്ടോ? സിസാ തോമസിനെ SFI അറസ്റ്റ് ചെയ്തു എന്നാണ്, അല്ലെങ്കിൽ ആക്രമിച്ചു എന്നാണ് കേസ്. അതിന്റെ പേരിലാണ് അറസ്റ്റ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇത്ര മാത്രമാണ്. സിസാ തോമസിന്റെ 7 എത്തിപ്പോയി
അവിടെ വിദ്യാർത്ഥി വിഷയങ്ങൾ പറയാൻ 28 ദിവസവും ഞങ്ങൾ അനുവദിക്കാതിരുന്ന അതേ സർവകലാശാല അധികൃതർ അവരുടെ 7 അയലത്ത് ഒരു വിദ്യാർത്ഥി പോലും എത്തിയിട്ടില്ലെന്നിരിക്കെ അവരെ കൈകൊണ്ടും കാലുകൊണ്ടും തൊഴിച്ചുവെന്നും ആക്രമിച്ചുവെന്നും കള്ളപ്പരാതി കൊടുത്ത് ആ കള്ളപ്പരാതിക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പോലീസ് സംവിധാനത്തെ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞയച്ച് ഞങ്ങളുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പറയാനുള്ളത്, മുട്ടിലടഞ്ഞോളൂ കോൺഗ്രസെ, ഇങ്ങനെ ചെരുപ്പ് നക്കരുത് എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ചെരുപ്പ് നക്കുന്നത് വഴി നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതും വാങ്ങി വീട്ടിലിരിക്കണം. അത് SFIയുടെ നെഞ്ചത്തേക്ക് ചേർക്കാൻ നിന്നാൽ ഞങ്ങൾ കാലടിയിലെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യും. ഞങ്ങൾക്ക് മടിയില്ല എന്നറിയാലോ, കയറി വരാനും ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ പ്രവർത്തകരെ കൊണ്ടുപോകാനും ഞങ്ങൾക്കറിയാം. ഈ രാജ്യത്തിന്റെ ഭരണഘടനയിലും നിയമത്തിലും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. സംഘപരിവാറിന് കീഴടങ്ങിക്കൊണ്ട് ഒരു രാഷ്ട്രീയ മര്യാദയും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകില്ല. സംഘപരിവാറിന് മരണത്തിന്റെ മുന്നിലും നേരിടാൻ തന്നെയാണ് SFIക്ക് രാഷ്ട്രീയപരമായി കഴിയുകയുള്ളൂ. അത് ചിലപ്പോ KSUവിന് കഴിയുമായിരിക്കും, MSFന് കഴിയുമായിരിക്കും, കോൺഗ്രസിന് കഴിയുമായിരിക്കും. അതുകൊണ്ടാണല്ലോ VD സവർക്കറെയും ഹെഡ്ഗോറെയും ആരെ കണ്ടാലും ഇവിടുത്തെ VD സതീശന്റെ കാലങ്ങും മടങ്ങി ശിരസങ്ങ് കുരിഞ്ഞ് അങ്ങ് അവരുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആ ജനസിൽപ്പെട്ട ആളുകളല്ല ഈ നാട്ടിലെ SFI എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളൂ. വെടിയുണ്ടകൾ ഏറ്റുവാങ്ങുമ്പോഴും ഞങ്ങൾ വിളിക്കാറ്, ധീരോത്തമായി മുന്നോട്ട് പോകാറ് ഇൻകുലാബ് സിന്ദാബാദ് എന്നും രക്തസാക്ഷികൾ സിന്ദാബാദും എന്നാണെങ്കിൽ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവസാന നിമിഷവും പോരാടാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടപ്പെടുന്നതുവരെയും ഞങ്ങൾ ഈ സമരം തുടരും എന്ന ഐതിഹാസികമായ പ്രഖ്യാപനത്തോടുകൂടി ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും കേരളത്തിലെ SFIക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.